എന്റെ ഭർത്താവ് ദുബൈയിലാണ്. അവിടുത്തെ സാഹചര്യം ഇപ്പോൾ മോശമാണ്. ഹോട്ടൽ ജോലിയാണ്, ശമ്പളം കിട്ടിയിട്ടില്ല. അതിനുവേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി. ഹോട്ടൽ ജോലി നടത്തുന്ന ഒരുപാട് പാവപ്പെട്ട സഹോദരങ്ങൾ ഇല്ലാത്ത പ്രയാസത്തിലാണ്. നമ്മൾ പറയും ഉസ്താദേ ഹോട്ടൽ പണി നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഹോട്ടൽ ഇല്ലാത്തതിന്റെ പ്രയാസം ആർക്കണ്ട? യാത്രക്കാർക്കാണ് കൂടുതൽ ഹോട്ടൽ ഇല്ലാത്തതിന്റെ പ്രയാസം ഉണ്ടാകും. അല്ലെ, ഇപ്പോ ഞങ്ങളൊക്കെ യാത്രക്കാരെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണം. ഒരു ഹോട്ടലിൽ കയറിയാൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഭക്ഷണം ലഭിക്കാൻ സാധ്യത കുറവാണ്. കാരണം ഗ്യാസ് ഇല്ല. അത് വല്ലാത്ത പറയും. അവര് മനുഷ്യന്മാരല്ലേ, അവര് ഹോട്ടലിൽ നിന്നും ഭക്ഷണം വിറ്റിട്ടല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ അവരുടെ മക്കളെ പൂറ്റ, അവരുടെ ഭാര്യയെ പൂറ്റ, അവരുടെ മാതാപിതാക്കളെ പൂറ്റ. അപ്പൊ ഹോട്ടൽ ജീവനക്കാര് പലരും വളരെയധികം പ്രയാസത്തിലാണ്. അല്ലാഹുവേ, അവർക്കൊക്കെ നീ സമാധാനം നൽകണേ റഹ്മാനെ. ഖൈറായ രീതിയിൽ പഴയതുപോലെ കച്ചവടം ചെയ്യാൻ അവർക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളെ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ. ആ സഹോദര ഭർത്താവ് ദുബൈയിലാണ്, അല്ലാത്ത പ്രയാസത്തിലാണ്. നീ ഖൈർ നൽകണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ആരാ ശൈലബദങ്ങൾ? ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബിതങ്ങളുടെ ജീവന്റെ ജീവനാ ശൈലബദങ്ങളും. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രങ്ങൾ പറയുമ്പോ അറിയാതെ തിന്മ ചെയ്തു പോയ ശൈലബദങ്ങളുടെ ചരിത്രമുണ്ടല്ലോ ജീവിതത്തിൽ. അത് വല്ലാത്ത പാഠമാ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ, ഒരുപാട് ചെറുപ്പക്കാരുള്ള സദസ്സാണല്ലോ, ഒരുപാട് ഉമ്മമാരുള്ള സദസ്സാണല്ലോ. സൈലബദങ്ങളുടെ ചരിത്രം എന്റെ പ്രിയമുള്ളവരെ പഠിക്കേണ്ടതാ. ഒരിക്കലതാ നബിതങ്ങള് സൈലബദങ്ങളോട് പറയുകയാ, ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു സ്ഥലം വരെ പോയിട്ട് വരാൻ പറയുകയാ. സൈലബദങ്ങളതാ നബിതങ്ങളുടെ ചാരത്ത് നിന്ന് നബിതങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് കടന്നു പോവുകയാ. നബിതങ്ങളുടെ ചാരത്ത് നിന്ന് കടന്നു പോകുമ്പോ മരുഭൂമിയിലൂടെ കടന്നു പോവുകയാ. മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോ മനോഹരമാകുന്ന ഒരു തടാകത്തിന്റെ ചാരത്തുണ്ടല്ലോ എത്തുകയാ. സൈലബദങ്ങൾ കടന്നു വരുമ്പോ ആ തടാകത്തിൽ ഒരു സുന്ദരിയായ പെണ്ണിന്റെ പ്രിയമുള്ളവരെ കുളിക്കുകയാ. സൈലബദങ്ങൾ നോക്കുമ്പോ ആ സുന്ദരിയായ പെണ്ണതാ നഗ്നയായി കുളിക്കുകയാ. സൈലബദങ്ങൾ എന്റെ പ്രിയമുള്ളവരെ അറിയാതെ നോക്കുകയാ. നോക്കിക്കഴിയുമ്പോ സൈലബദങ്ങൾക്ക് എന്റെ പ്രിയമുള്ളവരെ മനസ്സിലാകുകയാ, ഹറാമാണ് ചെയ്തതല്ല, തിന്മയാണ് ചെയ്തതല്ല. അറിയാതെ നോക്കിയതാണല്ലോ, അറിയാതെ നോക്കിയതാ സൈലബദങ്ങള്. ആ പെണ്ണ് കുളിക്കുന്നതെന്റെ പ്രിയമുള്ളവര് മനഃപൂർവ്വം കണ്ടതല്ല, അറിയാതെ നോക്കിയതാണല്ലോ. സൈലബദങ്ങള് മനസ്സറിഞ്ഞുകൊണ്ട് പറയുകയാ, ഹറാം ചെയ്ത കണ്ണാണ് അല്ലാ, നബിതങ്ങളെ കാണാൻ കഴിയൂല അല്ലാ. ഈ സൈലബയുണ്ടല്ലോ തിന്മകൾ ചെയ്തവരാ, കണ്ണുകൊണ്ട് ഹറാം ചെയ്തവരാ. അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബിതങ്ങള് ഈ കണ്ണ് കണ്ടതാ, കാണാൻ കഴിയൂല. സൈലബദങ്ങൾ കരയുകയാ. ഒരു മലയുടെ മുകളിലേക്ക് കയറുകയാ. അവിടെ ഇരുന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. ദിവസങ്ങൾ കഴിയുകയോ ആഴ്ചകൾ കഴിയുകയാ. സൈലബദങ്ങളെയുണ്ടല്ലോ കാണാനില്ല. നബിതങ്ങൾ തിരക്കുകയാ, എവിടെ സൈലബ, എവിടെ എവിടെ സൈലബ, എവിടെ? ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോയാ സൈലബ എവിടെ? അവിടെ ചവനെ ജിബ്രീൽ കടന്നു വരികയാ. ജിബ്രീൽ കടന്നു വന്ന് കണ്ടു പറയുകയാ, യാ റസൂലല്ലാഹ്, ഒരു പർവ്വതത്തിന്റെ മുകളിലോ ഒരാളുണ്ടല്ലോ തിന്മകളിൽ നിന്ന് തൗബ ചെയ്യുന്നുണ്ട് നബിയേ, അത് സൈലബയാ. നബിതങ്ങൾ ഉമർതങ്ങളെ വിളിക്കുകയാ. നബിതങ്ങള് ഉമർതങ്ങളെ വിളിച്ചു കണ്ട് പറയുകയാ, ഉമറേ, ഇന്ന പർവ്വതത്തിന്റെ മുകളില് സൈലബയുണ്ട് ഉമറേ, വിളിച്ചു കൊണ്ടുവരിക. ഉമർതങ്ങൾ കടന്നു ചെല്ലുകയാ. ഒരു പർവ്വതത്തിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. ഒരാട്ടിടയനുണ്ടല്ലോ പർവ്വതത്തിന്റെ ചുവട്ടിലിരിക്കുകയാ. ഉമർതങ്ങൾ കടന്നു ചെന്നുകൊണ്ട് ചോദിക്കുകയാ, അല്ലയോ സൈലബയെ കണ്ടോ? സൈലബയെ കണ്ടോ? നബിതങ്ങളുടെ
നബിതങ്ങളുടെ ചാരത്ത് നിന്ന് വന്നു സൈലബയെ കണ്ടു. ആട്ടിടയനതാ പറയുകയാ, ഒരാള് എല്ലാ ദിവസവും പാതിരാത്രിയില് ഈ മലയുടെ മുകളിൽ നിന്ന് ഒരു ഭ്രാന്തം വരുന്നത് പോലെ മുടിയെല്ലാം അടിച്ചിട്ട് കണ്ട് ഒരാള് നിലവിളിച്ചു കണ്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത് കാണാറുണ്ടേ. ഉമർ തങ്ങൾ പടച്ചവരെ കാത്തു നിൽക്കുകയാ. നേരം വൈകുമ്പോ, നേരം ഇരുട്ടുമ്പോ, നേരം വൈകുമ്പോ ഒരാളിങ്ങനെ ഇറങ്ങി വരികയാ. പർവ്വതത്തിന് മുകളിൽ നിന്ന് ഒരാളിങ്ങനെ ഇറങ്ങി വരികയാ. അതാരം അറിയോ? നബി തങ്ങളുടെ സൈലബയാ. ഉമർ തങ്ങൾ കടന്നു ചെല്ലുകയാ. സൈലബ തങ്ങളുടെ ചാരത്തേക്ക് ഉമർ തങ്ങൾ കടന്നു ചെല്ലുകയാ. ഉമർ തങ്ങൾ കടന്നു ചെന്നുകൊണ്ട് സൈലബ തങ്ങളോട് പറയുകയാ, സൈലബോ എന്തേ വരാത്തതെന്തേ? നബി തങ്ങളുടെ ചാരയുണ്ടല്ലോ, വരാത്തതെന്തേ? സൈലബ വരാത്തതെന്തേ? നബി തങ്ങൾ കൊണ്ടുവരാ പറഞ്ഞിട്ടുണ്ടേ. സൈലബ തങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുകയാ, ഇല്ല ഇല്ല, വേണ്ട വേണ്ട, ഞാൻ അറിയാതെ ഹറാമ് ചെയ്തവനാ, നബി തങ്ങളെ കാണാ കഴിയൂല. ഉമർ തങ്ങൾ പറയുകയാ, നബി തങ്ങൾ പറഞ്ഞതാ, നിങ്ങളാരും വലിച്ചെടുക്കുമല്ലോ, നിങ്ങളാര് കൊണ്ടുപോകുമടാ. സൈലബ തങ്ങൾ പറയുകയാ, എന്നാൽ ഞാൻ വരാ. നബി തങ്ങൾ നമസ്കരിക്കുമ്പോ ഞാൻ വരാ. ഉമർ തങ്ങൾ സൈലബ തങ്ങളെ വലിച്ചെടുക്കുകയാ. മദീനയിലേക്ക് ഉമർ തങ്ങൾ വലിച്ചുകൊണ്ട് പോകുകയാ. നമസ്കാരം കഴിയുമ്പോ നബി തങ്ങളുടെ മുമ്പിലേക്ക് സൈലബ തങ്ങൾ നിറഞ്ഞ കണ്ണുകളോട് തലകുനിച്ചുകൊണ്ട് കടന്നു വരികയാ. നബി തങ്ങൾ സൈലബയോട് ചോദിക്കുകയാ, സൈലബ എവിടാ? സൈലബ എത്ര ദിവസമായി കണ്ടിട്ട് സൈലബ, എത്ര ദിവസമായി കണ്ടിട്ട് സൈലബ, എവിടെ സൈലബ? സൈലബ തങ്ങള് നടന്ന കാര്യങ്ങള് കരഞ്ഞുകൊണ്ട് നബി തങ്ങളോട് പറയുന്നു. നബി തങ്ങള് കരഞ്ഞുകൊണ്ട് സൈലബയോട് പറയുകയാ, സൈലബ തൗബ ചെയ്തോ, അല്ലാഹ് പൊറുക്കുന്നവനാ. സൈലബ തങ്ങള് കരയുകയാ. സൈലബ തങ്ങള് വീട്ടിലേക്ക് കടന്നു പോവുകയാ. ദിവസങ്ങൾ കഴിയുകയാ, ആഴ്ചകൾ കഴിയുകയാ. നബി തങ്ങള് മദീന പള്ളിയിൽ നോക്കുമ്പോ സൈലബ തങ്ങളെ വീണ്ടും അതോ കാണാനില്ല. സൈലബ തങ്ങളെ കാണാനില്ല. സൈലബ തങ്ങള് മദീന പള്ളിയില് പടച്ചവനെ വരുന്നില്ല. സൈലബ തങ്ങള് നബി തങ്ങള് സഹാബിമാരോട് ചോദിക്കുകയാ, എവിടെ സൈലബ, എവിടെ എവിടെ എന്റെ സൈലബ എവിടെ? സഹാബിമാര് കാര്യങ്ങൾ പറയുകയാ. സൈലബയുണ്ടല്ലോ വീടിന്റെ അകത്ത് കിടപ്പാണ് നബിയേ. നബി തങ്ങള് കടന്നു ചെല്ലുകയാ. സൈലബ തങ്ങളുടെ ചാരത്ത് കടന്നു ചെല്ലുകയാ. സൈലബ തങ്ങളുടെ വീടിന്റെ അകത്തേക്ക് നബി തങ്ങള് കടന്നു ചെല്ലുകയാ. സൈലബ തങ്ങളെ കോരിയെടുക്കുകയാ. നബി തങ്ങളുടെ മടിയിൽ വെക്കുകയാ. സൈലബ തങ്ങള് പടച്ചവരെ പെരടിയുണ്ടല്ലോ നബി തങ്ങളുടെ മടിയിൽ നിന്ന് മാറ്റുമ്പോ നബി തങ്ങള് സൈലബ തങ്ങളോട് ചോദിക്കുകയാ, സൈലബ എന്തേ? സൈലബ എന്റെ മടിയിൽ കിടക്കാ ബുദ്ധിമുട്ടാടോ? സൈലബ സൈലബ തങ്ങള് കരഞ്ഞുകൊണ്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, അങ്ങയുടെ മടിയിൽ കിടക്കാ ആരാ? നബിയേ, കൊതിക്കാത്തത് നബിയേ. നബി തങ്ങൾ ചോദിക്കുകയാ. പിന്നെ അന്ന് കണ്ട സൈലബ, സൈലബ തങ്ങൾ കരയുകയാ. നബിയേ, അറിയാതൊരു തിന്മയുണ്ടല്ലോ ചെയ്തു പോയി നബിയേ. നബി
തങ്ങൾ വീണ്ടും കരഞ്ഞുകൊണ്ട് പറയുകയാ, സൈലബാ തൗബ ചെയ്തോ, അല്ലാഹ് പൊറുക്കുന്നതാ. സൈലബ തങ്ങള് നബി തങ്ങളുടെ മടിയിൽ കിടന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുകയാ, ഇല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് സൈലബ തങ്ങള് വിട പറഞ്ഞുവെന്ന് ചരിത്രങ്ങളതാ പറയുമ്പോ, എന്തിനാ പറഞ്ഞത് അപ്പോ, എന്തിനാ പറഞ്ഞതുമ്മ? പ്രേമമെന്ന് പറയുന്നു മാരകമാകുന്ന വിപത്തിലൂടെ എന്റെ പ്രിയമുള്ള പെങ്ങന്മാര്, സഹോദരങ്ങള്, ചെറിയ മക്കള് ജീവിതമതാ കടന്നു പോകുമ്പോ, ഹറാമിലൂടെ കൊണ്ടുപോകുമ്പോ, കണ്ണിലൂടെ കൊണ്ടുപോകുമ്പോ, വിചാരത്തിലൂടെ കൊണ്ടുപോകുമ്പോ, കഞ്ചാവിലൂടെ കൊണ്ടുപോകുമ്പോ, ലഹരിയിലൂടെ കൊണ്ടുപോകുമ്പോ, മോനെ തിന്മയാ മോനെ, അറിയാതെ ചെയ്തുപോയ തെറ്റിനെയോർത്തുകൊണ്ട് സൈലബ തങ്ങള് വിട പറഞ്ഞുവെന്ന ചരിത്രങ്ങൾ പറയുമ്പോ, അറിഞ്ഞുകൊണ്ട് തിന്മ ചെയ്യുന്ന വാപ്പാ, അറിഞ്ഞുകൊണ്ട് തിന്മ ചെയ്യുന്ന ഉമ്മ, ഖബറിൽ ചെല്ലുമ്പോ ഖബറിലെ ഞെരുക്കമുണ്ടല്ലോ അനുഭവിക്കുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നവരാരാ, നന്മകൾ ചെയ്യുന്നവരാരാ, തൗബ ചെയ്യുന്നവരാരാ, ഇൻഷാ അല്ലാഹ് അവരുടെ ഖബറുണ്ടല്ലോ രക്ഷപ്പെടുന്നതാ. നാദാ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാഹ്, ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്.